എല്ലാവർക്കും നമസ്കാരം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങം 2024 മുതൽ അടുത്ത ചിങ്ങം 2025 വരെയുള്ള ഒരു വർഷക്കാലത്തെ സമയം എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ സമയം, അതായത് ചിങ്ങം 2024 മുതൽ അടുത്ത 2025 വരെയുള്ള സമയം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സ്പ്ലെൻഡർ, റിലാക്സേഷൻ, energetic movement, personal transformation, perseverance and steadfastness. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യം തന്നെ സ്പ്ലെൻഡർ എനർജിയാണ്. ലൈഫിൽ വളരെയധികം നാളുകളായിട്ട് നിങ്ങൾ കാത്തിരുന്ന, കാലങ്ങളായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ നേടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ പറയല്ലോ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചു എന്നൊക്കെ പറയും. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു IAS നേടണം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം എന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്ന ആളുകൾ. അത് വളർന്നു വലുതായി ആ ഒരു സ്വപ്നം, നിങ്ങളുടെ എന്നേക്കുമായിട്ടുള്ള സ്വപ്നം, ഒരു പൈലറ്റ് ആവണം എന്നുള്ളതൊക്കെ സ്വപ്നം ഉണ്ടായിരുന്ന വലിയൊരു സ്വപ്നം നേടിയെടുക്കുന്ന ഒരു കാര്യമാവാം. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായിട്ടുള്ള രീതിയിൽ ബന്ധപ്പെട്ട സ്വപ്നം, അക്കാഡമിക്സിൽ അല്ലെങ്കിൽ ജോലി, കരിയർ, ഇതിന്റെ അപ്പുറത്തേക്കുള്ള സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ, ഇപ്പോൾ നിങ്ങൾ വളരെ സാധാരണ സ്വന്തമായിട്ട് ഒരിക്കലും ഒരു വീട് ഉണ്ടാവാത്തൊരു വ്യക്തി, വാടക വീട്ടിൽ താമസിക്കുന്ന, പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ള നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്നുള്ളത്, നിങ്ങൾക്കായിട്ടൊരു കൊച്ചുകൂര എന്നുള്ള രീതിയിൽ അത് സാധ്യമാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നും വാടക വീട്ടിൽ കിടക്കുന്നു, അല്ലെങ്കിൽ അച്ഛനമ്മമാരെ നിങ്ങൾക്ക് സ്വന്തം ഒരു വീട് വെച്ചിട്ട് അവിടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതിന്റെ ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്നതിന്റെ ഒരു നിർവൃതി ഈ ഒരു വർഷത്തിൽ ചിലപ്പോൾ നിങ്ങളിൽ ചില ആളുകൾക്ക് കണ്ടേക്കാം. അപ്പോൾ നിങ്ങൾ കാലങ്ങളായിട്ട് കണ്ട്, അതായത് നിങ്ങളുടെ ബാല്യം മുതൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം സഫലമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഈ സ്വപ്നം വ്യത്യാസപ്പെട്ടിരിക്കാം. അപ്പൊ അതുകൊണ്ട് സ്വപ്ന സാക്ഷാത്കാരം എന്ന് നമുക്കിവിടെ ചുരുക്കി പറയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതം, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു വീട്, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ജോലി, വിദേശത്തേക്ക് എന്നും ചില ആളുകൾ പുറത്തു പോയിട്ട് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടറേറ്റ് നേടുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആവാം ഇത് സൂചിപ്പിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു മുഹൂർത്തം ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം അനുഭവിച്ച് അറിയാൻ പറ്റുന്നു എന്നുള്ളതിന്റെ സന്തോഷമാണ്. പിന്നെ ഈ ഒരു വർഷം പൊതുവെ നിങ്ങൾക്ക് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ ജോലി മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, നിങ്ങൾ ഒത്തിരി ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തിരക്കുകളാണ്. ഇപ്പോൾ ഫാമിലിക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി ഒരു പക്ഷേ വൈകുന്നേരം, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ടൈമുള്ളൊരു ജോലി ആയിരിക്കില്ല. ചിലപ്പോൾ പെട്ടെന്ന് രാത്രി വരെ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചാൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ടൈം നോക്കി ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി. നിങ്ങൾ ചിലപ്പോൾ ഒരു ഡോക്ടർ ആയിരിക്കും, അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ പോകേണ്ടി വരുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇന്ത്യയിലത്തെ ഡോക്ടർ എന്ന് പറയാം. കാരണം മറ്റു ചില രാജ്യങ്ങളിൽ അവർക്കും അവരുടേതായിട്ടുള്ള ഒരു ടൈമാണുള്ളത്. അപ്പൊ എന്ത് തന്നെയായാലും നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി തിരക്കുകൾ കാരണം കുടുംബത്തിന് സമയം കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അമിതമായിട്ട് ഒത്തിരി ജോലി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വലിയ ഇടയ്ക്കൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുക, അവധിയൊക്കെ കിട്ടുന്ന എവിടെയെങ്കിലുമൊക്കെ ഹോളിഡേ, വെക്കേഷനൊക്കെ പോകാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു രീതി കാണുന്നുണ്ട് ഈ ഒരു വർഷം. ചില ആളുകളെ സംബന്ധിച്ച് സുപ്രായമായിട്ടുള്ള റിട്ടയർമെന്റ് ഫേസിൽ എത്തി നിൽക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്ന ഒരു പക്ഷെ നിങ്ങൾ റിട്ടയർ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും ജോലി ഇല്ലാത്തതിന്റെ, അല്ലെങ്കിൽ ഫാമിലിയിൽ മക്കൾക്കോ മറ്റോ ഒക്കെ ജോലി ഇല്ലാത്തതിന്റെ ഒരു സങ്കടമായിരുന്നെങ്കിൽ മക്കൾക്ക് ചിലപ്പോൾ മക്കള് 1-2 മക്കളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ 2 പേർക്കും ജോലി ലഭിക്കുന്നതിന്റെയൊക്കെ ഒരു സന്തോഷം. അപ്പോൾ ജീവിതം ഒന്ന് സമാധാനവും സ്വസ്ഥമായി ഒന്നിരിക്കാം എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പ്രത്യേകിച്ച് ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ പലരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ജോലിയിൽ അമിത ഭാരമൊക്കെ ഒഴിവാക്കി ഒന്ന് സ്വസ്ഥമായിട്ടുള്ളൊരു ജോലി, ഔദ്യോഗിക ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. അത് പലർക്കും പല രീതിയിലായിരിക്കും ഈ പറഞ്ഞ പോലെ.
അങ്ങനെ ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. അതേപോലെ എനർജറ്റിക് മൂവ്മെന്റ് ആണ്. പൊതുവേ മടിയൊക്കെ പിടിച്ച് എവിടെയെങ്കിലും ചടഞ്ഞിരിക്കുന്ന ഒരു രീതിയാണെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾ പൊതുവേ ആക്റ്റീവ് ആയിരിക്കും. അത് പ്രായഭേദമന്യേ ഏത് പ്രായത്തിൽപ്പെട്ട ആളുകളായിരിക്കും ആണെങ്കിലും വളരെ ആക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ കുട്ടികൾ, തീരെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കുക. കാരണം വളരെ ആക്റ്റീവ് എനർജീസ്, ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള എനർജി ആയതുകൊണ്ട് എവിടെയും കയറി ഏത് മരത്തിലോ അല്ലെങ്കിൽ ഭിത്തിയിലോ എല്ലായിടത്തും അല്ലെങ്കിൽ ജനലിൽ എവിടെയെങ്കിലുമൊക്കെ കയറി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് എപ്പോഴും കുട്ടികളുടെ കൂടെ ആളുകൾ ഉണ്ടാക്കുക. പ്രായമായിട്ടുള്ളവരോ അത് മുതിർന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് എക്സസൈസ്, ജിമ്മിൽ പോവുക, അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാകാം. എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുന്നതാണ്. പല ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പല ഹോബീസ് ഉണ്ടായിരുന്നു, പല പാഷനൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ആ ഒരു കാര്യങ്ങളൊക്കെ തിരിച്ച്, അതായത് ആക്റ്റീവായിട്ട് ഇപ്പോൾ എന്തെങ്കിലും സ്പോർട്സിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നവർ തിരിച്ച് സ്പോർട്സിലേക്ക് വരുന്നുണ്ട്. ഡാൻസ് ഒക്കെ ചെയ്യുന്നവർ, ജിം, അതേപോലെ സൂംബ, അങ്ങനെ എന്തെങ്കിലും എയറോബിക്സ് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിരുന്നവർ ഇപ്പം അടുത്ത കാലത്ത് ഇതൊന്നും ശാരീരികമായിട്ട് പ്രയത്നം വരുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പം അത് വീണ്ടും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ച് ചെയ്യാൻ തുടങ്ങുന്നതിന്റെ ഒരു കാര്യമാണ്. അത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടൈം പീരീഡാണ്. അത് അതിനനുസരിച്ചിട്ട് നല്ല ഒരു സമയമാണ് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. ആരോഗ്യം നോക്കുക, ഓവറായിട്ട് പോവാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം തന്നെ മാറി മറിയുന്നതാണ്. കൂടുതലായിട്ട് നിങ്ങളിലുള്ള മാറ്റങ്ങൾ പലതും നിങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന, വലിയ രീതിയിൽ ചലഞ്ചിങ് ആയിട്ടുള്ള മാറ്റങ്ങളൊന്നും അല്ല. നിങ്ങൾ ഏകദേശം കാത്തിരുന്ന മാറ്റങ്ങൾ, ആഗ്രഹിച്ച മാറ്റങ്ങളാണ്. നിങ്ങൾക്ക് ചുറ്റുപാടിനുമുള്ള മാറ്റങ്ങളാണത് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. കാരണം ചുറ്റുപാടുള്ള മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ ചില ആളുകളായിരിക്കും, അവരുടെ സ്വഭാവമായിരിക്കും, അവരുടെ പ്രവർത്തനം, അവരുടെ രീതിയൊക്കെ ചുറ്റുപാടുള്ള ആൾക്കാർ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല. നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാത്ത ആളുകളൊക്കെ നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങുന്നുണ്ടാവാം. അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ചുറ്റുപാടിലും നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് വിചാരിച്ച രീതിയിലൊക്കെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഒരാൾ എന്നുള്ളൊരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കേഴ്സ് ഉണ്ടാവും. അവര് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവര്, അങ്ങനെയുള്ള ചുറ്റുപാടുള്ള ആളുകൾ, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം വളരെ നല്ല പ്രയോജനം ചെയ്യുന്ന ചുറ്റുപാടുമുള്ള ആളുകൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നല്ല പ്രയോജനം ചെയ്യുന്നുണ്ട്. അവര് നല്ല നല്ല ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്നത് നിങ്ങളുടെ ബിസിനസ് വിപുലപ്പെടുത്താനും മറ്റുമൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒന്നായിട്ട് കാണുന്നുണ്ട്. അതേപോലെ പെർസീവറൻസ് ആണത്. എന്ത് കാര്യവും നിങ്ങൾ വളരെ ഇടയ്ക്ക് വെച്ച് വിട്ടിട്ട് പോവില്ല, പൂർണ്ണമായിട്ടും പൂർണ്ണതയിൽ കംപ്ലീഷനിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുക. ഒരു കംപ്ലീഷൻ ഫേസിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന്റെ ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എക്സ്ട്രാ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാത്തിലും. ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ട് ശരിയാവുന്നില്ലെങ്കിൽ എക്സ്ട്രാ എഫേർട്ട് എടുത്തത് ശരിയാക്കി എടുക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കൂടുതലായിട്ടും വരുന്നത് അടുത്തിടയ്ക്ക് ജോലിക്ക് കയറിയിട്ട് ഉള്ള ആളുകളാണ്. വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് പുതിയതായിട്ട് ജോലി കയറി ഒരു 2-3 വർഷമോ മാക്സിമം ഒരു 5 വർഷമൊക്കെ ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളാണ്, അതായത് വർക്കിൽ മുന്നോട്ടേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ആ ഒരു ഒന്നും വിട്ടുകളയാതെ, ഗീവ് അപ്പ് ചെയ്യാതെ ധൈര്യമായിട്ട് ആ ഒരു ക്ഷമയോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റെഡ് ഫാസ്റ്റ്നെസ് ആണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു സമയം പൊതുവെ വലിയ തരക്കേടില്ലാത്ത രീതിയിൽ വിദ്യാഭ്യാസ കാലഘട്ടം മുന്നോട്ടേക്ക് പോവാണ്. ഇപ്പൊ എങ്ങനെയാണോ നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ രീതിക്ക് അനുസരിച്ചിട്ടും ഒക്കെ മുന്നോട്ടേക്ക് പോവാം. വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രത്യേകിച്ച് വലിയ ഉഴപ്പോ അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളോ ഒന്നും തന്നെ കാണിക്കുന്നില്ല. ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ എടുത്തു പറയാനുള്ള കാര്യം, വിദേശത്തേക്കൊക്കെ പോകാനൊക്കെ ശ്രമിക്കുന്നവര് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഏജൻസി വഴിയാണെങ്കിലും എന്താണ് ഏജൻസി, എങ്ങനത്തെയാണ്, എന്താണ്, എവിടെയാണ്, ആ പോകുന്ന സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക. അല്ലാണ്ട് ഓവറായിട്ട് അമിതമായിട്ടുള്ള എക്സ്പെക്ടേഷൻ കൊണ്ട് പോകാതിരിക്കുക.
മനസ്സിലാക്കി സിറ്റുവേഷൻസ് മനസ്സിലാക്കിയിട്ട് പോവാം. പിന്നെ എല്ലാ കാര്യങ്ങളും പേപ്പർ വർക്ക്സും കാര്യങ്ങളും ഡോക്യുമെന്റ്സും കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രം മുന്നോട്ടേക്ക് പോവാം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോകുന്ന കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിസ പോലുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധ അനിവാര്യമാണ് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.